ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബി ബി ആറിൻ്റെ പുതിയൊരു സി എ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സൂപ്പർ സി എ മിഷൻ്റെ 5ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ക്ലാസ് ആരെങ്കിലും കാണാത്തവർ, ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ സൂപ്പർ മിഷൻ സി എ 52 എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും അതേപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. നോട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ വിട്ടു തരുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മൾ ഇപ്പോൾ ഹോട്ട് ടോപ്പിക്സും, അതായത് സി എ ഹോട്ട് ടോപ്പിക്സും അതേപോലെ ടോപ്പിക് വൈസ് സി എയും പിന്നെ മന്ത്ലി വൈസ് സി എ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ മന്ത്ലി സി എ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതുവരെ നമ്മൾ എടുത്തത് ഹോട്ട് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ടോപ്പിക് വൈസ് ഹോട്ട് ടോപ്പിക്സ് പിന്നെ അതേപോലെ മന്ത്ലി വൈസ് സി എ ആണ് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2024 മുഴുവൻ 2024 എല്ലാ മാസത്തെ കറണ്ട് അഫേഴ്സും അതുപോലെ 2023 മുഴുവൻ മാസത്തെ കറണ്ട് അഫെയറും പിന്നെ അതേ മന്ത്ലി സി എയും പിന്നെ 2022 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സി എ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 2024 ജനുവരിയിലത്തെ മുഴുവൻ കറണ്ട് അഫെയർ ആണ്. ഇത് ഒരു വലിയ ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുക, സ്പീഡിലിട്ട് കാണുക അല്ലെങ്കിൽ നിങ്ങളെ ടൈമിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് കാണുകയോ ചെയ്യുക. എന്തായാലും ക്ലാസ് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ നോക്കുക. ഒരു പോയിന്റ് പോലും മിസ്സാക്കരുത്. നമ്മൾ കോഡ്സും കാര്യങ്ങളും കണക്ഷൻസൊക്കെ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരിക. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ക്ലാസ്സും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ ലോങ് വീഡിയോ ആവും. 14 പേജ് ഉണ്ട് ഈ ഒരു ജനുവരി കറണ്ട് അഫെയർ എന്ന് പറയുന്നത് തന്നെ. അത്യാവശ്യം വലിയ വീഡിയോ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ ഫസ്റ്റത്തെ പോയിന്റിലോട്ട് പോവാം. ഒന്നാമത്തെ പോയിന്റ് എന്താ, 76ാമത്തെ കരസേനാ ദിനാഘോഷങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. എവിടെയാണ്? ലക്നൗ. അപ്പോൾ കരസേനാ ദിനം എന്നാ ജനുവരി 15 കരസേനാ ദിനം. കരസേനാ ദിനം എന്നാണ് ജനുവരി 15. എവിടെയാണ് വേദിയാകുന്നത്? ലക്നൌവിലാണ് കേട്ടോ വേദിയാവുന്നത്, ലക്നൗ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 3 പോയിൻറ്റ്സ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ 76ാമത്തെ കരസേനാ ദിനാഘോഷങ്ങൾക്ക് വേദിയാകുന്നത് ജനുവരി 15 കരസേനാ ദിനം. എവിടെയാണ് വേദി? ലക്നൗ ആണ്. പിന്നെ അടുത്തത്, പിൻകോഡ് വാരമായി ആചരിക്കുന്നത് എന്ന് മുതലാണ്? ജനുവരി 15 മുതൽ ജനുവരി 21 വരെയാണ് പിൻകോഡ് വാരമായി ആചരിക്കുന്നത്. പിൻകോഡ് വാരമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി 15 മുതൽ ജനുവരി 21 വരെയാണ്, ഓർത്തിരിക്കുക. അടുത്തൊരു പോയിന്റും കൂടി നോക്കൂ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരമാരാ? രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരം രോഹിത് ശർമ്മ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യന്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ തികച്ച, ഇവിടെ എന്തായിരുന്നു? കളിച്ച എന്നാണ്. എന്നാൽ പൂർത്തിയാക്കിയ ആദ്യ താരമാരാ? ഹർമൻപ്രീത് കൗറാണ്. ഹർമൻപ്രീത് കൗർ. ഇനി നമുക്ക് കണക്ഷൻസ് നോക്കിയാലോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 76ാമത്തെ കരസേനാ ദിനാഘോഷങ്ങൾക്ക് വേദിയാകുന്നത് എവിടെ? ലക്നൗ ആണ്. കരസേനാ ദിനം എന്ന് പറയുന്നത് ജനുവരി 15. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ജനുവരി കരസേന എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, അവർ സംരക്ഷിക്കുകയാണല്ലേ. അപ്പം ഒരു വർഷം തുടങ്ങുന്ന മാസം മുതൽ തന്നെ എന്ത് ചെയ്യും, അവർ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പം മാസപ്പകുതി അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ ജനുവരി 15 കിട്ടും. അപ്പോൾ കരസേനാ ദിനം ജനുവരി 15 നിങ്ങൾക്ക് സെറ്റാണ്. പിന്നെ ലക്നൗ കിട്ടാൻ എന്തോർത്തിരിക്കുക, നല്ല ലക്കാണല്ലേ. കരസേന അവരെന്ത് ചെയ്യാണ്, നമ്മൾ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, അതൊക്കെ നമ്മളൊരു ലക്കാണ്. അപ്പം ലക്നൗവിലാണെന്ന് കിട്ടുമല്ലോ. അപ്പം ലക്നൗ അതും സെറ്റാണ്. ഇനി എത്രാമത്താണെന്ന് കിട്ടാൻ എന്തോർത്തിരിക്കുക, ജനുവരി 15 76 5 അങ്ങനെ ഓർത്തിരുന്നാൽ 76 5 15 അങ്ങനെ കിട്ടുമല്ലോ. 76 5. അപ്പോൾ 76ാമത്തെ കരസേനാ ദിനാഘോഷങ്ങളാണ് 2024 നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കുക, 2024 എന്നല്ലേ. അപ്പോൾ 2ഉം 4ഉം കൂട്ടിയാൽ എത്രയാണ്? 2ഉം 4ഉം കൂട്ടിയാൽ 6 ആണ്. അപ്പോൾ 6 ലാസ്റ്റ് 76 അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2024 കറണ്ട് അഫെയർ ആണ് നമ്മൾ പഠിക്കുന്നത്. 2024 നടന്നതാണ് 76ാമത്തെ
അഞ്ചാമത്തെ കരസേനാ ദിനം. ആ ദിനാഘോഷങ്ങൾക്ക് വേദിയാവുന്നത് ലക്നൗ ആണ്. ഇനി ഒരിക്കലും മറക്കൂലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ. പിൻകോഡ് വാരമായി ആചരിക്കുന്നത് ജനുവരി 15 മുതൽ ജനുവരി 21 വരെയാണ്. അതും കണക്ട് ചെയ്യുക. ഈ കരസേനാ ദിനം മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ജനുവരി 15 ടു ജനുവരി 21 6 ദിവസമാണ് അതിൻ്റെ ആചാരം. ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. ആചാരം എന്താണ്? പിൻകോഡ് വാരമായി ആചരിക്കുന്നത് ജനുവരി 15 മുതൽ ജനുവരി 21 വരെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരമാണ്. അപ്പോൾ കളിച്ച ആദ്യ പുരുഷ താരം എന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയും പൂർത്തിയാക്കിയ അല്ലെങ്കിൽ തികച്ച ആദ്യ താരം എന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് കൗറുമാണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച താരം ആരാ ചോദിച്ചാൽ രോഹിത് ശർമ്മയും തികച്ച താരം ആരാ ചോദിച്ചാൽ ഹർമൻപ്രീത് കൗറാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക. നല്ല പ്രീതി മീൻസ് നല്ല ഇഷ്ടം, നല്ല പ്രീതിയുള്ള ഒരാൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ, തികക്കാൻ കഴിയുള്ളൂ. അത് കണക്ട് ചെയ്താലോ? അപ്പോൾ രോഹിത് ശർമ്മ എന്ത് ചെയ്തു? കളിച്ചു. ആരാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്? 150 മത്സരങ്ങൾ തികച്ച ആദ്യ താരാരാ? നല്ല പ്രീതിയുള്ള ആളാണ്. അപ്പോൾ ഹർമൻപ്രീത് കൗർ കിട്ടിയല്ലോ. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ക്വസ്റ്റ്യൻ ആണ്. വാഹനാപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ് സേവ് എന്നീ പദ്ധതികൾ രൂപം നൽകുന്ന സംസ്ഥാനം. 2 പദ്ധതികളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു പദ്ധതിൻ്റെ പേരാണ് സോഫ്റ്റ്, അടുത്ത പദ്ധതിയാണ് സേവ്. ഈ 2 പദ്ധതികൾ രൂപം നൽകുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ സ്വന്തം കേരളമാണ്. ഓർത്തിരിക്കണേ. വാഹനാപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ് സേവ് എന്നീ പദ്ധതികൾ രൂപം നൽകുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സെറ്റാണല്ലോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, എന്താണ് സോഫ്റ്റ് എന്ന പദ്ധതി, എന്താണ് സേവ് എന്ന പദ്ധതി? സോഫ്റ്റ് എന്ന പദ്ധതിയും സേവ് എന്ന പദ്ധതി എന്താണ്? വാഹനാപകട പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് എന്ത് ചെയ്യുക? പാരിതോഷികം നൽകുന്ന ഒരു പദ്ധതിയാണ്. കൂടാതെ തന്നെ അത് ഓരോന്നും എടുത്ത് പറയുന്നുണ്ട് എന്താണ് കറക്റ്റ് എന്നുള്ളത്. സോഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്താ? സോഫ്റ്റിൻ്റെ ഫുൾ ഫോം സേവ് അവർ ഫെല്ലോ ട്രാവലർ, അതായത് അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. വാഹനാപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണ്. പറഞ്ഞല്ലോ, പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ്. അതേപോലെ തന്നെ അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതിയും കൂടിയാണ് ഏത്? സോഫ്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ സേവ് എന്താണ്? അപകടങ്ങളിൽ പെടുന്നവരെ അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷപ്പെടുത്തി ആശുപത്രികളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് സേവ്. അപ്പോൾ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ സേവാണ് നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ നല്ല സോഫ്റ്റ് മൈൻഡ് ഉള്ളവർക്ക് സേവ് കഴിയുള്ളൂ എന്ന് കണക്ട് ചെയ്താൽ സോഫ്റ്റും സേവും എന്നുള്ളത് എന്താണ്? വാഹനാപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ്. ഓർത്തിരിക്കുക. സോഫ്റ്റിൻ്റെ ഫുൾ ഫോം സേവ് അവർ ഫെല്ലോ ട്രാവലർ എന്നാണ്. അത് ഓർത്തിരിക്കുക. പിന്നെ അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷപ്പെടുത്തി ആശുപത്രികളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് സേവ് എന്നും ഓർത്തിരിക്കുക. 2ഉം ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് തിരുവനന്തപുരം വേദിയായ 39ാമത്തെ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. ഒന്നുകൂടി വായിക്കാം. 39ാമത്തെ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. എത്രാമത്തെ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയാണ്? ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയാണ് കേട്ടോ. 39ാമത്തെ ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയാണ് നടന്നിട്ടുള്ളത്. തിരുവനന്തപുരമാണ് വേദി. എവിടെയായിരുന്നു വേദി? തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. എന്താ നടന്നത്? 39ാമത്തെ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള. കിരീടം നേടിയ ജില്ല ഏതാ? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ 39ാമത്തെ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ലയാണ് പാലക്കാട്. തിരുവനന്തപുരമാണ് വേദി എന്ന് പറയുന്നത്. അതും ഓർത്തിരിക്കുക. കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്തത് 2024 ജനുവരിയിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരമാണ്. അതും ഓർത്തിരിക്കുക. അപ്പോൾ 2024 നടക്കുന്ന
ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ 2024 ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ കിരീടം നേടിയ ജില്ല ഏതാ? പാലക്കാടാണ്. അതേപോലെ അതിൻ്റെ വേദിയും തിരുവനന്തപുരമാണ്. അതേപോലെ തന്നെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദിയും എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി തിരുവനന്തപുരം, അതേപോലെ തന്നെ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയുടെ വേദിയും തിരുവനന്തപുരമാണ്. അതുപോലെ കായിക മേളയിൽ കിരീടം നേടിയത് പാലക്കാടാണ്. അതും ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ്, കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കുഫ്രി ഉദയ് കറണ്ട് അഫെയറിൽ വന്നതാണ്. അപ്പോൾ നമ്മുടെ ബയോളജിൻ്റെ ഭാഗത്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉരുളങ്കിഴങ്ങിൻ്റെ ആണ് കേട്ടോ, ഉരുളങ്കിഴങ്ങ്. അപ്പോൾ ഉദയ് ഉരുളങ്കിഴങ്ങ് അങ്ങനെ കണക്ട് ചെയ്യല, ഊയും കണക്ട് ചെയ്യുക കേട്ടോ. ഉദയ് ഉരുളങ്കിഴങ്ങ്. ഓക്കെ, കിട്ടി. അപ്പോൾ കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉരുളങ്കിഴങ്ങിൻ്റെ സങ്കര ഇനമാണ്. ഡെൻമാർക്കിൻ്റെ പുതിയ രാജാവായി ചുമതലയേറ്റതാരാ? 2024 ജനുവരിയിലാണ് ചുമതലയേറ്റത്. ഡെൻമാർക്കിൻ്റെ പുതിയ രാജാവായിട്ട് ചുമതലയേറ്റതാരാണ്? ഫെഡറിക് പത്താമനാണ് ഡെൻമാർക്കിൻ്റെ പുതിയ രാജാവായിട്ട് ചുമതലയേറ്റത്. അടുത്ത പോയിന്റ് നോക്കൂ. 2024 ജനുവരിയിൽ അന്തരിച്ച മുനവ്വർ റാണ ഏത് ഭാഷയിലെ പ്രശസ്ത കവിയായിരുന്നു? മുനവ്വർ റാണ ഏത് ഭാഷയിലെ പ്രശസ്ത കവിയായിരുന്നു? ഉറുദു ഭാഷയിലെ കവിയായിരുന്നു കേട്ടോ. ഉറുദു ഭാഷയിലെ കവിയാണ് മുനവ്വർ റാണ. മുനവ്വർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉറുദു കവിൻ്റെ ഒരു പേര് പോലെ ഉണ്ടല്ലേ. 2024 ജനുവരിയിൽ അന്തരിച്ച മുനവ്വർ റാണ ഏത് ഭാഷയിലെ പ്രശസ്ത കവിയായിരുന്നു? ഉറുദു ഭാഷയിലെ കവിയായിരുന്നു. ഓർത്തിരിക്കണം. ഇനി അടുത്തത് നോക്കൂ. റെയിൽവേ സ്റ്റേഷനുകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നവീകരണ പദ്ധതി ഏതാണെന്ന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്വസ്റ്റ്യന്? റെയിൽവേ സ്റ്റേഷനുകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് എന്ത് ചെയ്യുക? ഉയർത്തുക. അതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത്, അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. അപ്പോൾ സ്റ്റേഷൻ എന്നുള്ളതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും റെയിൽവേ സ്റ്റേഷനാണെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എന്ത് ചെയ്യുക? രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുക. അതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നവീകരണ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. എന്താണ് പദ്ധതിൻ്റെ പേര്? അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. ഓർത്തിരിക്കണം. ഇനി അടുത്തത്, ജമ്മു കാശ്മീരിലെ രജൗറി പിന്നെ പൂഞ്ച് മേഖല എന്തൊക്കെയാണ്? രജൗറി, പൂഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തുന്ന സൈനിക നടപടി ഓപ്പറേഷൻ സർവശക്തി. ഈ ഓപ്പറേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജമ്മു കാശ്മീരിലെ രജൗറി, പൂഞ്ച് മേഖലകളിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തുന്ന സൈനിക നടപടിയാണ് ഇത്, ഓപ്പറേഷൻ സർവശക്തി. കണക്ട് ചെയ്യണേ. ജമ്മു കാശ്മീരിലെ രജൗറി, പൂഞ്ച് മേഖലയിലാണ്. രജൗറി, പൂഞ്ച് മേഖല. അപ്പം ഇങ്ങനെ ഓർത്തിരിക്കുക. രാജ്യത്തിൻ്റെ മൂലകളിൽ എന്ത് ചെയ്യുക? അതായത് ഓരോ കോർണറിലും പൂഞ്ചി എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുന്ന നമുക്ക് ഓർത്തിരിക്കുക. അപ്പോൾ രജൗറി നമുക്ക് കിട്ടും. രാജ്യത്തിൻ്റെ ഓരോ കോർണറിലും പൂഞ്ചിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക? ഭീകരാക്രമണങ്ങൾക്ക് എന്ത് ചെയ്യുക? കരസേന നടത്തുന്ന സൈനിക നടപടിയാണ് സർവശക്തി. അതായത് എല്ലാ ശക്തിയും എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രതിരോധിക്കുന്നത് ഓർത്തിരിക്കുക. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരുപാട് കോർണറിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൂഞ്ചിരിക്കുന്ന, അപ്പോൾ രജൗറി, പൂഞ്ച് മേഖല നമുക്ക് കിട്ടും. ഇപ്പോൾ ജമ്മു കാശ്മീരിലാണ് രജൗറി, പൂഞ്ച് മേഖല ഉള്ളത്. അപ്പോൾ അവിടെ ഭീകരാക്രമണങ്ങൾക്കെതിരെ കരസേന നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സർവശക്തി. മറന്നു പോവരുത്. ഇനി അടുത്തത് ജനുവരി 16 എന്താണ്? ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമാണ് ജനുവരി 16. ജനുവരി 16 എന്താണ്? ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമാണ്. ഓർത്തിരിക്കണം. ഇനി അടുത്തത്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO ആരാന്ന് ചോദിക്കും. അനൂപ് അംബികയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO ആരാണ്? അനൂപ് അംബിക. ഇനി അടുത്തത്, ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. സോളാർ വിൻഡ് സംയുക്ത എന്താണ്? സോളാർ വിൻഡ് സംയുക്ത വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്.
ലോകത്തിലെ ആദ്യത്താണ് ഗുജറാത്തിൽ, നമ്മളെ ഇന്ത്യയിലാണ് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. നെക്സ്റ്റ്, സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണെന്ന്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? റയൽ മഡ്രിഡ് ആണ്. എല്ലാവർക്കും അറിയുന്നതാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം. എന്ത് കിരീടമാണ് നേടിയത്? സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? റയൽ മഡ്രിഡ് ആണ്. റയൽ മഡ്രിഡ് ഓർത്തിരിക്കണം, റയൽ മഡ്രിഡ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത് 2024 നടക്കുന്ന പ്രൈം വോളിബോൾ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് ചോദിക്കും. ഹൃത്തിക് റോഷനാണ് കേട്ടോ. ഹൃത്തിക് റോഷനാണ് എന്തിൻ്റെ 2024 ഫെബ്രുവരിയിൽ എന്താ നടക്കുന്നുണ്ട്? പ്രൈം വോളിബോൾ നടക്കുന്നുണ്ട് കേട്ടോ. വോളിബോൾ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് ചോദിച്ചാൽ ഹൃതിക് റോഷന്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈം വോളിബോൾ ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണ് ആര്? ഹൃതിക് റോഷന്. 2024 ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. ഇനി അടുത്തത് 2024 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ടുള്ള രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഭാവി സാധ്യതാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിക്കും. 35 അതായത് ഭാവിയിലെ സാധ്യതകളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൂചിക ഉണ്ടാക്കിയിരുന്നോ. ഇത് ഭാവിയിൽ ഒരുപാട് സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. AI അങ്ങനെ ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് സാധ്യതയുള്ള രാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സൂചിക തയ്യാറാക്കിയിരുന്നു. ആ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനത്തിലാണ് 35ാമത്തെ സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം ബ്രിട്ടനാണ്. ഒന്നാം സ്ഥാനം ആർക്കാണ്? ബ്രിട്ടനാണ്. സ്വാഭാവികം. ഇന്ത്യയുടെ സ്ഥാനത്തിലാണ് 35ാമത്തെ സ്ഥാനമാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് മലയാളത്തിലെ ആദ്യ ടെക്നോ മ്യൂസിഷ്യൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? ടെക്നോ മ്യൂസിഷ്യൻ, മലയാളത്തിലെ ആദ്യ ടെക്നോ മ്യൂസിഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? വിശേഷിപ്പിക്കപ്പെടുന്നത് KK ജോയിയാണ് കേട്ടോ. KK ജോയി. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ടെക്നോളജി ഒക്കെ എന്ത് ചെയ്യുക? ടെക്നോളജി ഒക്കെ നല്ല ജോയ് ആയിട്ട് പിന്നെ മ്യൂസിക്കിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ല നല്ല ചില്ലാക്കുന്ന ഒരാളാണ് ജോയി എന്ന് ഓർത്തിരിക്കുക. നല്ല ജോയ് ആയിട്ടാണ് മ്യൂസിക്കൊക്കെ ചെയ്യുന്നതെന്ന് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? ആ ഒരു പോയിന്റ് നമുക്ക് സെറ്റാവും. അപ്പോൾ ടെക്നോ മ്യൂസിഷ്യൻ, മലയാളത്തിലെ ആദ്യ ടെക്നോ മ്യൂസിഷ്യൻ ആരാ? KJ ജോയ് ആണ്. അപ്പോൾ നല്ല ജോയ് ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മ്യൂസിക്കൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് ഏത് പ്രശസ്ത മലയാള കവിയുടെ 100ാം ചരമവാർഷികമാണ് 2024 ആചരിക്കുന്നത്? ഏത് പ്രശസ്ത മലയാള കവിയുടെ 100ാം എത്രാമത്താണ്? 100ാം ചരമവാർഷികമാണ് 2024 ആചരിക്കുന്നത്? കുമാരനാശാൻ്റെ ആണ്. ജനുവരി 17 ഓർത്തിരിക്കണം. ജനുവരി 17 ചരമവാർഷികം ആചരിക്കുന്നത്. കുമാരനാശാൻ്റെ 100ാമത്തെ ചരമവാർഷികമാണ് 2024 ജനുവരി 17. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത് കൂച്ച് ബീഹാർ ട്രോഫി ക്രിക്കറ്റ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയ താരം ആരാന്ന് ചോദിക്കും. കൂച്ച് ബീഹാർ ട്രോഫി ക്രിക്കറ്റ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന എന്താണ് വ്യക്തിഗത, അതായത് ടീമല്ല, ഒറ്റക്കാണ്. വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയ താരമാരാണ്? പ്രഖർ ചതുർവേദിയാണ് കേട്ടോ. ഒരു ചതുരത്തിലെ എല്ലാ സ്കോറും അദ്ദേഹം തന്നെ എന്ത് ചെയ്ത് കരസ്ഥമാക്കി എന്ന് ഓർത്തിരിക്കുക. ഒരു ചതുരത്തിലുള്ള എല്ലാ സ്കോറും അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ക്രിക്കറ്റ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറും സ്വന്തമാക്കിയ താരമാണ് പ്രഖർ ചതുർവേദി. എത്ര റൺസാണ്? 404 റൺസാണ് നേടിയിട്ടുള്ളത് കേട്ടോ. 404 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്, ഓർത്തിരിക്കുക. എന്താ? കൂച്ച് ബീഹാർ ട്രോഫി ക്രിക്കറ്റ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയ താരമാരാണ്? പ്രഖർ ചതുർവേദി. ഇനി 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതിനെ? 2024
ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതിനെയാണ്? ഓപ്പൺ ഹൈമറാണ്. എല്ലാവർക്കും അറിയുന്നതാണ് ഓപ്പൺ ഹൈമറിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, ഓപ്പൺ ഹൈമർ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യന്, കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദിയാകുന്നത് എവിടെയാണ്? വർക്കലയാണ് സർഫിംഗ് ഫെസ്റ്റിവൽ. എന്താ ഫെസ്റ്റിവൽ? സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? വർക്കലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് അതിൻ്റെ വേദി. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന ജില്ല അല്ലെങ്കിൽ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ വർക്കലയിലാണ്, ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ. ഏതാണ്? ഗംഗ. കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ. എഴുതി വെക്കണേ. 2022 ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ പരമോന്നത പുരസ്കാരമായ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം സ്വന്തമാക്കിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. അതായത് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ, അതായത് ഒരുപാട് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ള റാങ്കിങ്ങിൽ പരമോന്നത പുരസ്കാരം റാങ്കിങ്ങിൽ കൊടുക്കുന്ന പരമോന്നത പുരസ്കാരമാണ്, സ്റ്റാർട്ടപ്പിൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും ഉയർച്ചയുള്ളവർക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ബെസ്റ്റ് പെർഫോമർ. ആ അവാർഡിൻ്റെ പേരൊന്ന് ഓർത്തിരിക്കുക, ബെസ്റ്റ് പെർഫോമർ. ആ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ, ഒന്ന് നമ്മളെ സ്വന്തം കേരള, പിന്നെ ഏതാണ്? കേരളം, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത്. പഠിക്കാൻ സുഖമാണല്ലേ? കേരളം, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത്. ഇത്രയും 4 സംസ്ഥാനങ്ങൾക്കാണ് ആ ഒരു ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഓർത്തിരിക്കണേ. 2022 ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ പരമോന്നത പുരസ്കാരമായ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം സ്വന്തമാക്കിയ സംസ്ഥാനങ്ങൾ കേരളം, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കൂ, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ. ഓർത്തിരിക്കണേ, ഡിജിറ്റൽ സാക്ഷരത. ഡിജിറ്റലായിട്ട് അവർക്ക് എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ? സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ. എല്ലാവർക്കും എന്താ അറിയാം? ഡിജിറ്റൽ നോളജ് ഉണ്ട്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ്. അപ്പം എന്താണ്? ഇങ്ങനെ ഓർത്തിരിക്കുക, കൊട്ട നിറച്ച് എന്ത് ചെയ്യണം? ക്യാഷ് ഉള്ളവർക്കാണ് ഡിജിറ്റൽ സാക്ഷരത ഒക്കെ കൈവരിക്കാൻ കഴിയാന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, അപ്പോൾ കിട്ടുമല്ലോ കൊട്ടാരക്കരയാണ് എന്നുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരത ഒക്കെ കൈവരിക്കണമെങ്കിൽ എന്ത് വേണം? കൊട്ട നിറച്ച് എന്ത് വേണം? ക്യാഷ് വേണം. അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ കൊട്ടാരക്കരയാണ്, ഓർത്തിരിക്കുക. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര. ഇനി അടുത്തത്, സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കിയ സചിത്ര പുസ്തകം ഏതാണെന്ന് ചോദിക്കും. അതായത് കുട്ടികളിൽ എന്ത് ചെയ്യുക? നല്ല മൂല്യബോധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, അവരെ മുന്നോട്ട് നയിക്കുക, അവരെന്ത് ചെയ്യുക? അവരുടെ വെറുതെ ഒരു വിദ്യാഭ്യാസം കൊടുത്തിട്ട് കാര്യമില്ലേ? കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് മൂല്യബോധനത്തിനും കാര്യങ്ങളൊക്കെ നൽകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യുനെസ്കോയും NCERTയും കൂടി ചേർന്ന് പുറത്തിറക്കിയിട്ടുള്ള സചിത്ര പുസ്തകമാണ് ഇത്. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. എന്താണ്? മുന്നോട്ട് കുതിക്കുക. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. എഴുതി വെക്കണം കേട്ടോ. ലെറ്റ്സ് മൂവ് ഫോർവേഡ് എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും NCERTയും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കിയ സചിത്ര, അതായത് അതിലെന്തുണ്ട്? ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള പുസ്തകമാണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇനി അടുത്ത നോക്കൂ, സൂപ്പർ ഫാക്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൂപ്പർ ഫാക്റ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്സും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സൂപ്പർ ഫാക്റ്റ് കറണ്ട് അഫെയർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം നോക്കുക എല്ലാവരും. പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം, അതായത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികളെ പാഠപുസ്തകങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സംസ്ഥാനത്താണ്? നമ്മൾ സ്വന്തം കേരളത്തിലാണ്. അപ്പം കേരളമാണ് ഓപ്ഷൻ കണ്ടാൽ കുത്തണേ.
ഇപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കേരളത്തിൽ അങ്ങനത്തെ നല്ല പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഉള്ളിലൊന്നും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും കേരളം ഓപ്ഷൻ ഉണ്ടെങ്കിലും കുത്തൂല എന്നുള്ളൊരു മൈൻഡ് ചെയ്യരുത് നമുക്ക്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ട് കളയരുത്. ഇപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോക്സോ പാഠഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോക്സോ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തും. 5ാം ക്ലാസ് മുതൽ കലാ തൊഴിൽ പഠനത്തിന് പ്രത്യേക പുസ്തകങ്ങൾ ഉൾപ്പെടുത്തും. അപ്പോൾ എന്തൊക്കെയാണ്? 1 ആമുഖം ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതേപോലെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോക്സോ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ 5ാം ക്ലാസ് മുതൽ കലാ തൊഴിൽ പഠനത്തിന് എന്ത് ചെയ്യുക? പ്രത്യേക പുസ്തകങ്ങൾ ഉൾപ്പെടുത്തുക. കലാ തൊഴിൽ പഠനത്തിന് പ്രത്യേക പുസ്തകങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ, അടുത്തത് രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കും. 2024 കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം ഏതാ? കേരളമാണ്. 0.48% ആണ് കേട്ടോ, ഓർത്തിരിക്കണേ. രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിൽ എന്താണ്? ദാരിദ്ര്യം ഏറ്റവും കുറവാണെന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളം. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം 2013-14 2013-14 മുതൽ 2022-23 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ മുക്തി നേടിയ സംസ്ഥാനം ഏതാ ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. അതായത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം എന്താണ്? 2013-14 മുതൽ 2022-23 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ മുക്തി നേടിയ സംസ്ഥാനം ഏതാ ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. 5.94 കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായതാരാ? സുരേന്ദ്രൻ നായരാണ്. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായതാരാണ്? സുരേന്ദ്രൻ നായരാണ്. ഏത് രംഗത്തെ മികച്ച സംഭാവനക്കാ? ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് 2022 പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. അതിന് അർഹനായതാരാണ്? സുരേന്ദ്രൻ നായർ. ഇനി അടുത്തത് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? 1ാം സ്ഥാനം കാർട്ടർ ഡാലസിനാണ് കേട്ടോ. 2 വയസ്സാണ്. സ്കോട്ട്ലാൻഡുകാരനാണ്, ഓർത്തിരിക്കുക. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? കാർട്ടർ ഡാലസ്, ഓർത്തിരിക്കുക. 2 വയസ്സ് മാത്രമേ ആ ഒരു കുട്ടിക്കുള്ളൂ, അതും ഓർത്തിരിക്കുക. 2 വയസ്സിലൊക്കെ നമ്മളവിടെ തൊട്ടിലുണ്ടാവും അല്ലേ കിടക്കുന്നത്. അപ്പോൾ സ്കോട്ട്ലാൻഡുകാരനാണ്, അത് ഓർത്തിരിക്കണേ. കാർട്ടർ ഡാലസ്. ഓക്കെ, ഇനി അടുത്തത് 2ാം സ്ഥാനം ആർക്കാ? സാറ എന്നുള്ള ഒരു കുട്ടിക്കാണ്. സാറ എത്ര വയസ്സാണ്? 4 വയസ്സാണ്. ചെക്ക് റിപ്പബ്ലിക്കിലുള്ളതാണ് സാറ. അപ്പോൾ കാർട്ടർ ഡാലസ് ആൻഡ് സാറ. 1ാം സ്ഥാനം കാർട്ടർ ഡാലസിനും 2ാം സ്ഥാനം ആർക്കാണ്? സാറക്കുമാണ്. ഇനി അടുത്തത് ഒരു സൂപ്പർ ഫാക്റ്റ് ആണ്. ഇത് നമ്മൾ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഫാക്റ്റ്, ഐക്കൺ ഓഫ് ദി സീസ്. എന്താണ് ഐക്കൺ ഓഫ് ദി സീസ്? ഐക്കൺ ഓഫ് ദി സീസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. വളരെ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് വരുന്ന ഭാഗമാണ്. ഈ ഐക്കൺ ഓഫ് ദി സീസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ കമ്പനി ആയിട്ടുള്ള റോയൽ കരീബിയൻ ഇൻ്റർനാഷണൽ US കമ്പനി ആയിട്ടുള്ള ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ആഡംബര കപ്പലാണ് റോയൽ കരീബിയൻ ഇൻ്റർനാഷണൽ. അതായത് US കമ്പനിയാണ് അവർ വികസിപ്പിച്ച ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യാത്ര പറയുമ്പോൾ അവർ ഫസ്റ്റത്തെ യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ്. റോയൽ കരീബിയൻ ഇൻ്റർനാഷണൽ ആണ് അത് വികസിപ്പിച്ചെടുത്തത്. ലയണൽ മെസ്സിയാണ് കപ്പലിന് എന്ത് ചെയ്തിട്ടുള്ളത്? ഔദ്യോഗികമായി പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക. ലയണൽ മെസ്സിയാണ് കപ്പലിന് ഔദ്യോഗികമായിട്ട് പേര് നിർദ്ദേശിച്ചത്. ഈ ഒരു കപ്പലിൻ്റെ നീളം എന്ന് പറയുന്നത് 365 മീറ്ററാണ്. എത്ര മീറ്ററാണ്? 365 മീറ്റർ. അപ്പോൾ ഐക്കൺ ഓഫ് ദ സീസ് പഠിച്ചിരിക്കുക.
ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നാണ് ഈ ഒരു കപ്പൽ യാത്ര ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഇത്. ഐക്കൺ ഓഫ് ദ സീസ്. ഇനി അടുത്തത് 2024 ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരെ ചോദിച്ചാൽ സെബാസ്റ്റ്യൻ സി പീറ്റർ ആണ് കേട്ടോ. സെബാസ്റ്റ്യൻ സി പീറ്റർ ആണ്, ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2024 ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ എന്ത് പുരസ്കാരമാണ്? ദേശീയ സ്റ്റാർട്ടപ്പ് മിഷനാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? സി പീറ്ററിന് കിട്ടിയിട്ടുള്ളത്. സെബാസ്റ്റ്യൻ സി പീറ്റർ ഏത് വിഭാഗത്തിലാണ് പുരസ്കാരം കിട്ടിയത്? സസ്റ്റൈനബിൾ ചാമ്പ്യൻസ് എന്ന വിഭാഗത്തിലാണ് കേട്ടോ. സസ്റ്റൈനബിൾ ചാമ്പ്യൻസ് എന്ന വിഭാഗത്തിലാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അടുത്തത് 2024 ജനുവരിയിൽ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച രാജ്യം ഏതാ ചോദിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നൗറു ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? തായ്വാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചിട്ടുള്ളത്. നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച രാജ്യം ഏതാ? നൗറു തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു. നൗറു എന്ന രാജ്യം എന്ത് ചെയ്തു? തായ്വാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു. നോ എന്ന് പറഞ്ഞു. ഇനി നോ നയതന്ത്ര ബന്ധം അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. നൗറു കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച രാജ്യമാണ് നൗറു. തായ്വാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധമാണ്, അതും ഓർത്തിരിക്കുക. ഇനി അടുത്തത് 2024 ജനുവരിയിൽ മൗറീഷ്യസിലും ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള റീയൂണിയൻ ഐലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാ ചോദിച്ചാൽ ബലാലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? പെട്ടെന്ന് കിട്ടും. വല്ലാത്തൊരു ബലാല് എന്ന് ഓർത്തിരിക്കുക. എന്താണ്? വല്ലാത്തൊരു ബലാല്. അപ്പം എന്ത് കിട്ടും? ബലാല്. മൗറീഷ്യസിലും ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള റീയൂണിയൻ ഐലൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഏത്? ബലാല്. മൗറീഷ്യസിലും ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള യൂണിയൻ ഐലൻഡിലുമാണ് ബലാല് എന്ത് ചെയ്തിട്ടുള്ളത്? നാശം വിതച്ചിട്ടുള്ളത്. ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ബലാല്. ഇനി അടുത്തത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാ ചോദിക്കും. ഡോക്ടർ M.A. ഖാദർ കമ്മീഷനാണ്. എല്ലാവരും കേട്ടതാണ്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി എന്ത് ചെയ്യുക? ഏകീകരിക്കല്ലേ. അപ്പോൾ അത് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാ? ഇപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ കത്തി നിൽക്കുന്ന ഒരു കമ്മീഷനാണ് M.A. ഖാദർ കമ്മീഷൻ. കമ്മീഷൻ ഏതാ? M.A. ഖാദർ കമ്മീഷൻ. അടുത്തത് ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആർക്കാണ്? ഭിന്നശേഷിക്കാർക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് ആശ്വാസം. ഏതാണ് ആ പദ്ധതി? ആശ്വാസമാണ്. അവർക്ക് എന്ത് ചെയ്യുക? ഒരു ആശ്വാസം കൊടുക്കുക. ഭിന്നശേഷിക്കാർക്ക് എന്ത് ചെയ്യുക? അവർക്ക് ചെറിയ എന്ത് ചെയ്യുക? സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. എഴുതി വെക്കണേ. ആശ്വാസം ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതിയാണ്. പദ്ധതികളെ കുറിച്ചൊരു ക്ലാസ് ചെയ്യാം. ഒരുപാട് പദ്ധതികളുണ്ട്. അതിനെക്കുറിച്ചൊരു ക്ലാസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഇടുക്കി കുളമാവിൽ കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത്. അതിൻ്റെ പേരെന്താ? വടക്കൻ കങ്കാരു ആണ് കേട്ടോ. വടക്കൻ കങ്കാരു ആണ്. അപ്പോൾ കങ്കാരു എന്ന് കേൾക്കുമ്പോൾ കങ്കാരു ആണെന്ന് വിചാരിക്കരുത്. ഓന്തിൻ്റെ പേരാണ്. ഇടുക്കി എവിടെയാണ് കണ്ടെത്തിയത്? ഇടുക്കി കുളമാവിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയ തരം ഓന്താണ്. ഏത് ഇനം ഓന്താണ്? വടക്കൻ കങ്കാരു. അപ്പോൾ ഈ ഇടുക്കി കുളമാവിൽ കണ്ടെത്തിയ പുതിയ വടക്കൻ കങ്കാരു ഏത് വിഭാഗത്തിൽപ്പെട്ടതാ ചോദിച്ചാൽ ഓന്ത് വിഭാഗത്തിൽപ്പെട്ടതാണ്. അതും ഓർത്തിരിക്കണം കേട്ടോ. ശാസ്ത്രീയ നാമം എന്താ? അഗസ്ത്യഗാമ എഡ്ജാണ്. ഓർത്തിരിക്കെ. ഈ ഓന്തിന് 2 എഡ്ജ് ഉണ്ടല്ലോ, ഇല്ലേ? ഓന്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല നിൽക്കുക, ഇങ്ങനെയല്ലേ ഓന്ത്? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ഓന്ത്. അപ്പോൾ എന്താണ്? അതിന് 2 എഡ്ജ് ഉണ്ട് എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? അഗസ്ത്യഗാമ എഡ്ജ് എന്ന് കിട്ടും. എന്താ ശാസ്ത്രീയ നാമം? അഗസ്ത്യഗാമ എഡ്ജ്. അഗസ്ത്യഗാമ എഡ്ജ് ഓന്താണ്. അല്ലെങ്കിൽ അതിനൊരു അറ്റമില്ല. ഒരറ്റത്തെത്തുമ്പോൾ ഇങ്ങനെ ഓർക്കുക. എഡ്ജ് പറഞ്ഞാൽ ഒരു അറ്റം, അല്ലെങ്കിൽ തുമ്പം, തല എന്നൊക്കെ പറയില്ല നമ്മൾ, എഡ്ജ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. എന്താണ്? ഒരു എഡ്ജിലെത്തുമ്പോൾ അതിൻ്റെ നിറം മാറും, ഓന്തിൻ്റെ നിറം മാറും. അപ്പോൾ എഡ്ജ്, അഗസ്ത്യഗാമ എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓന്താണ്, ഒരു ഇനം ഓന്താണ്. ഇടുക്കി കുളമാവിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക. സെറ്റാണല്ലോ. ഇനി അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് മുരുകൻ ക്ഷേത്രത്തിൽ
മുരുകൻ ക്ഷേത്രത്തിലേക്ക് സർക്കാർ ചിലവിൽ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്ന സംസ്ഥാനം. അത് സർക്കാരിൻ്റെ എന്ത് ചെയ്യുക, മുരുകൻ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ആ സംസ്ഥാനം ഏതാ ചോദിച്ചാൽ തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ് എന്ത് ചെയ്യുന്നത്, സർക്കാരിൻ്റെ ചിലവിൽ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്നത് തമിഴ്നാടാണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയതാരാ? യാനിക് സിന്നറാണ്, ഇറ്റലിയാണ് കേട്ടോ. യാനിക് സിന്നർ, ഇറ്റലി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയതാണ് ആര്? യാനിക്. അപ്പോൾ യാനിക് എന്നുള്ളതിൻ്റെ ന്യായും ടെന്നീസ് എന്നുള്ളതിൻ്റെ ന്യായും കണക്ട് ചെയ്യുക. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ആണെന്നും ഓർത്തിരിക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ്, ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുക. യാനിക്ക് എന്ന് പറയുമ്പം യാചിക്കുക എന്ന് ഓർത്തിരിക്കുക. യാചിച്ചപ്പം ഓസിക്ക് എന്ത് കിട്ടി? ഓപ്പൺ ടെന്നീസിൻ്റെ കിരീടം കിട്ടിയെന്ന് കണക്ട് ചെയ്യുക. ഓസിക്ക് എന്നുള്ളതിന് എന്ത് കിട്ടും? ഓസ്ട്രേലിയൻ ആണെന്ന് കിട്ടും അല്ലേ? അങ്ങനെ കിട്ടൂലേ? ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടമാണെന്ന് കണക്ട് ചെയ്യാൻ പറയുകയാണ്. യാചിച്ചപ്പോൾ എന്താണ്? ഓസിക്ക് ആ ഒരു കിരീടം കൊടുത്തെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ യാനിക് സിന്നർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണേ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ, ഇറ്റലിയാണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവാരാ? അപ്പം ആര്യാന സെബലാങ്കയാണ് കേട്ടോ. അപ്പോൾ ആര്യാന സെബലാങ്കക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? വനിതാ സിംഗിൾസ് ജേതാവ് ആര്യാന സെബലങ്ക. ബലാറസ് ആണ്, ബലാറസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ഈ വനിതകൾക്കൊക്കെ എവിടെ പോയാലും എല്ലാ സംവരണവും കാര്യങ്ങളും കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ മൗലികാവകാശങ്ങളിലും അതേപോലെ തന്നെ ഭരണഘടനയിലൊക്കെ എന്ത് പറയുന്നുണ്ട്? ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ പറയുകയാണെങ്കിലും അതേപോലെ വനിതകൾക്കുള്ള അവകാശങ്ങളൊക്കെ പറയുകയാണെങ്കിലും എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ടോ? ആ ഒരു അവകാശം ഇല്ല. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തൂടെ? വനിതകൾ പോയപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഓസിക്ക് യാനിക് സിന്നർക്ക് എന്ത് കിട്ടി? അവാർഡ് കിട്ടി, കിരീടം കിട്ടി. പക്ഷേ വനിതയായിട്ടുള്ള ആര്യാന സെബലാങ്ക പോയപ്പോൾ എന്ത് ചോദിച്ച്? ആരാ നീ എന്ന് ചോദിച്ച്. അപ്പോൾ ആരാ നീ? ഓസിക്ക് ചോദിച്ചപ്പം ആരാ നീ ചോദിച്ചു. അപ്പോൾ ആര്യാന സെബലാങ്ക കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓസിക്ക് എന്ത് ചോദിച്ചു? ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവിന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? ആര്യാന സെബലാങ്കക്ക് ആരാന്ന് ചോദിച്ചു, വനിത ആയതുകൊണ്ട്. അപ്പോൾ വനിതയിൽ ആര്യാന സെബലാങ്കക്കും പിന്നെ അതേപോലെ തന്നെ പുരുഷന്മാരിൽ ആർക്ക് കിട്ടി? യാനിക് സിന്നറിനും കിട്ടി, യാനിക് സിന്നറിന്. ഇനി 2024 ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജൻ ആലോചിക്കും. ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ എന്താണ്? 2024 ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ കിട്ടിയത് ആർക്കാ? അജിത്ത് മിശ്രക്കാണ് കേട്ടോ. അജിത്ത് മിശ്രക്ക് എന്ത് കിട്ടി? എന്താ പാടാ കിട്ടിയിട്ട്? ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ കിട്ടിയതാണ് അജിത്ത് മിശ്ര. അടുത്തിടെ ബീച്ച് വിജിൽ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാ ചോദിക്കും? ഗോവ. പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഗോവയത്തെ ബീച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബീച്ച് വിജിൽ, അവിടെ എന്താ ചെയ്യുക? വിജിലൻസ് എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ വിജിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? അവിടെ എന്താണ്? ഒരു രഹസ്യ അന്വേഷണമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഗോവയിൽ നിന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ബീച്ച് വിജിൽ എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ഗോവനെ ഓർക്കണം കേട്ടോ. അപ്പം അടുത്തിടെ ബീച്ച് വിജിൽ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗോവയാണ്, ഗോവ. ബീച്ചുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും മാലിന്യ പ്രവർത്തനങ്ങളും സർക്കാരിനെ അറിയിക്കാനുള്ള ആപ്പാണ് ഇത്? ബീച്ച് വിജിൽ. കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? വിജിൽ എന്ന് പറയുമ്പോൾ തന്നെ വിജിലൻസിന് ഓർമ്മ വരും. അപ്പോൾ എന്താണ്? അവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ അറിയിക്കുന്ന സംഘമാണ് വിജിലൻസ് എന്ന് പറയുന്നത്. ബീച്ചുകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും മാലിന്യ പ്രവർത്തനങ്ങളും സർക്കാരിനെ അറിയിക്കാനുള്ള ആപ്പാണ് ഇത്? ബീച്ച് വിജിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻ്റർനാഷണൽ ടൂറിസം ഫെയർ 2024 വേദി മാഡ്രിഡാണ്. ഇൻ്റർനാഷണൽ ടൂറിസം ഫെയർ 2024 വേദി എവിടെയാണ്? മാഡ്രിഡാണ്, ഓർത്തിരിക്കുക, മാഡ്രിഡ്. ഇനി അടുത്തത് മികച്ച തിരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള 2023 ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി സാജു വഹീദാണ്. സാജു വഹീദ്. നമ്മൾ അറബിയിൽ വാഹിദ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. അഹദ്, വാഹിദ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. എന്താണ്? മികച്ച തിരഞ്ഞെടുപ്പ് നടപടികൾ ഒരൊറ്റൊരാളെ നടത്തിയിട്ടുള്ളൂ, സാജു വഹീദ്. ഓർത്തിരിക്കണേ. മികച്ച തിരഞ്ഞെടുപ്പ് നടപടികൾക്കുള്ള 2023 ദേശീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി സാജു വഹീദാണ്. 2023 ദേശീയ പുരസ്കാരത്തിനാണ് കേട്ടോ. ഇനി അടുത്തത്
സേവാസ് ഒരു പദ്ധതിയാണ് സേവാസ്. എന്താ സേവാസ്? സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ്. ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹികമായും സാമ്പത്തികമായും. അപ്പം ഈ സേവാസിൻ്റെ ഫസ്റ്റത്തെ സാമൂഹികം, ലാസ്റ്റത്തെ സാമ്പത്തികം. അപ്പോൾ രണ്ടിലും എന്ത് ചെയ്യുക? പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വായും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുക? വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ്. അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പോൾ ഈ സേവാസ് എന്നുള്ളതിനുണ്ടാവും എന്ത്? സാമ്പത്തികമായും സാമൂഹികമായിട്ടും എന്ത് ചെയ്യുക? വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ആ സേവാസ് എന്നുള്ളതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ്. കിട്ടിയല്ലോ? സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂരാണ്. എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ്. വാവ്! എന്തായാലും AC ഒക്കെ ഇട്ട് പോവാം. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂരാണ്. അങ്ങനെ കണക്ട് ചെയ്യുക. കണ്ണിനൊക്കെ നല്ലൊരു കുളിർമയാണ് AC ഒക്കെ ഇട്ട് പോകുമ്പോൾ. അപ്പോൾ കണ്ണിനൊക്കെ നല്ല കുളിർമ. അപ്പോൾ കണ്ണൂർ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കണ്ണൂരാണ്. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഡബിൾസ് കിരീടം നേടിയത് ആരാ? ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഡബിൾസ് കിരീടം നേടിയത് ആരാ? രോഹൻ ബൊപ്പണ്ണ. പിന്നെ ഏതാണ്? മാത്യു എബ്ഡൻ ആണ് കേട്ടോ. രോഹൻ ബൊപ്പണ്ണക്കും മാത്യു എബ്ഡനും ആണ്. ഓസ്ട്രേലിയക്കാരനാണ് മാത്യു എബ്ഡനും. രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ഡബിൾസ് കിരീടം കിട്ടിയിട്ടുള്ളത്. 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഡബിൾ കിരീടം കിട്ടിയത് രോഹൻ ബൊപ്പണ്ണ. ഇത് ഡബിൾസ് കിരീടമാണ്, അത് ഓർത്തിരിക്കണേ. ഡബിൾസ് കിരീടമാണ്. മറ്റൊരുത്ത് മാറിപ്പോയത് യാനിക്കിനെ മാറിപ്പോയത് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ഡബിൾസ് കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ. ഡബിൾസ് നേടിയത് ആരോ ചോദിച്ചാൽ രോഹൻ ബൊപ്പണ്ണ. പക്ഷേ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത് ആരോ ചോദിച്ചാലാണ് നമ്മളെ യാനിക് സിന്നർ. വനിതാ സിംഗിൾസ് ആണെങ്കിൽ ആര്യാന സബലാങ്ക. അത് രണ്ടും മാറിപ്പോവരുത്. ഇനി അടുത്തത് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാ ചോദിച്ചാലും രോഹൻ ബൊപ്പണ്ണയാണ്. 44 വയസ്സാണ്. അതും ഓർത്തിരിക്കുക. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാരാണ്? രോഹൻ ബൊപ്പണ്ണ, 44 വയസ്സാണ്. രോഹൻ ബൊപ്പണ്ണയുടെ കോച്ചായ മലയാളി ആരാ ചോദിച്ചാൽ ബാലചന്ദ്രൻ മാണിക്കത്താണ്. ആരാണ്? ബാലചന്ദ്രൻ മാണിക്കത്ത്. രോഹൻ ബൊപ്പണ്ണ, മാണിക്കത്ത്. ബാലചന്ദ്രൻ മാണിക്കത്ത്. രോഹൻ ബൊപ്പണ്ണയുടെ കോച്ചായ മലയാളി ആരാ ചോദിച്ചാൽ ബാലചന്ദ്രൻ മാണിക്കത്താണ്. ഓക്കെ, അപ്പോൾ ഇതന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നെടുത്തത് എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്തിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ 2024 ജനുവരിയിൽ ഫുള്ള് കറണ്ട് അഫെയറും തീർക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു വീഡിയോയിൽ തന്നെ ആകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അതൊരു മുഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വല്ല തിന്നൽ പനയും തിന്നാന്നാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക? ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് കേൾക്കുക. അപ്പോൾ താങ്ക് യു. ക്ലാസ് ഇഷ്ടമായാലും എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.